ഇത് ആരാ നോക്കിയേ? കണ്ണും തുറന്നേ. പെൺകുഞ്ഞാ. കരച്ചിലൊക്കെ ഇനി പിന്നെ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ, മാനത്തെ കൂട്ടി മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്റെ മുട്ടിയില. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ. സ്കൂളിൽ ഒറ്റക്കാക്കിട്ട് പോരുമ്മ. ഉമ്മാന്റെ കുഞ്ഞോള് പഠിച്ചിട്ട് നല്ല കുട്ടിയാവണ്ടേ, കൊറേ പാട്ടും കഥയും ഒക്കെ പഠിക്കണ്ടേ, വേണ്ടേ? കൊറേ ഫ്രണ്ട്സ് ഒക്കെ വേണ്ടേ? അപ്പൊ പിന്നെ സ്കൂളിൽ പോണ്ടേ? എന്തിനാ ഈ കാര്യമാണ്? നമ്മള് സന്തോഷിക്കല്ലേ വേണ്ട? ഇത് പന്ന സ്കൂളിൽ കൊണ്ടുപോയാക്കിയ മാതിരിയല്ലോ. നാളെ നമ്മളെ മോളും പഠിച്ച് വലിയ ആളാവേണ്ടതല്ലേ. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു ഭാഗം. ഇക്ക, ഇതാരെ വന്ന് നോക്കിക്കാണി. അല്ല പച്ചോനെ, ഉമ്മാന്റെ ചക്കരക്കുട്ടിയല്ലേ? എന്തമ്മച്ചിന്റെ കുട്ടിന്റെ കയ്യില് ട്രോഫിയൊക്കെ ഉണ്ടല്ലോ പച്ചോനെ. മാഷാ അല്ലാ, അപ്പച്ചിന്റെ കുട്ടി മിടുക്കിക്കണല്ലോ. ഉമ്മ, ഞാൻ പോവാട്ടോ. ആ അമ്മാന്റെ കുട്ടി നോക്കി പോയി വാ. ഉമ്മ, ഒരു സംഭവം ഉണ്ടായി. എന്താന്നറിയോ? കഥയൊക്കെ പിന്നെ പറയത്. അവിടെ അതിൽ പോയി ഒന്ന് കുടിച്ചാ. ഈ കുട്ടി ഇതെവിടെയാണ്? കുഞ്ഞോളെ ഇങ്ങോട്ട് വാ, ഇത് വന്ന് കഴിച്ചാ. ഇതെന്നാല് ഞാൻ വന്നോളാ, എന്നെങ്ങനെ വിളിക്കണ്ട. വല്ലാത്തൊരു കുട്ടിയാണ്. ഏത് നേരം ഈ ഫോണിൽ കളി തന്നെ. ഈ ഒരു ഫോണിക്കളിണ്ടാണെങ്കിൽ ഇല്ലാത്ത തലവേദന ഇല്ല, മാർക്കും ഇല്ല, ഊണും ഉറക്കമില്ലാത്തൊരു കളി. എന്തൊരു ഫോണിക്കളിയാണിത്? മര്യാദ ഫോൺ ഇങ്ങോട്ട് തന്നെ. ഞങ്ങൾക്ക് ഫോണില്ല. ഒന്ന് മാറി നാണി, ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് അവളും ചുവടുവെക്കുകയാണ്. ഇനി പുതിയ ലോകം, പുതിയ അധ്യായങ്ങൾ, പുതിയ ചുറ്റുപാടുകൾ. ഇക്ക, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മളെ കുട്ടീനെ ആദ്യമായിട്ട് കൈ കിട്ടിയത്. എന്നെപ്പോള് വലുതായി. ശരിയാ, ഒന്ന് കണ്ണ് തുറന്ന് തിരിഞ്ഞപ്പോഴേക്കും 10ാം ക്ലാസ്സും കഴിഞ്ഞ്. ഇന്നല്ല അതിന്റെ മട്ടത്തിന് നടന്നോളും. ഇതപ്പൊ +1 എത്തിയോള്. ഞാനാണെങ്കി ഓള് ഫോണിൽ കളിക്കുമ്പോഴൊക്കെ ഓളെ പിന്നാലെ നടന്ന ഓരോന്നും പറഞ്ഞു. ഓളെ ഭാവി ഓർത്തിട്ട് തന്നെ, അല്ലാണ്ടപ്പോ എന്താ. അതിന്റെ കുട്ടിക്കാണെങ്കിൽ നല്ലോണം വിഷമിക്കണ്. ഓളെ കണ്ടറിഞ്ഞൂടെ? ഓളെ കണ്ണ് നിറയണൊക്കെ ഞാനന്ന് കണ്ടിക്കണ്. എന്റെ കുട്ടിക്ക് പിന്നെ പറ്റാണ്ടായെന്നാവും. പിന്നെ പണ്ടത്തെ പോലെ ഓളൊപ്പം ഇരുന്നിട്ട് എല്ലാം ഒന്ന് ശ്രദ്ധിക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടിക്ക് ഇടങ്ങാറിയിക്കണോന്നാവോ? അങ്ങനൊന്നുമില്ല. എങ്ങനെയായാലും ഓള് നമ്മളെ കുട്ടിയല്ലേ, അതൊക്കെ വിട്ടയ്യ. ഹായ്, താനിവിടെ പുതിയതാ? ആ, ഇന്ന് വരിക. കൂടെ വന്നത് ഉമ്മയാണോ? ആ, എന്റെ ഉമ്മയാ. എടോ, താനെന്താടോ ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? ഏയ്, അങ്ങനൊന്നുമില്ല. ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ഇവിടെ നല്ല രസാ, നമുക്ക് അടിച്ചു പൊളിക്കാടോ. അല്ലാഹുവേ, എന്റെ കുട്ടിനെ കാക്ക് റബ്ബേ. എല്ലാ മുസീബത്തൊന്നും കാക്ക് റബ്ബേ. എല്ലാ ഷെറൊന്നും റബ്ബേ എന്റെ കുട്ടിനെ നീ ഒരാപത്തും വരുത്താതെ കാക്ക് റബ്ബേ. ഞാൻ തന്നെ ചെറുപ്പത്തിൽ കുറേ ഇടങ്ങാറായി, കുറേ കഷ്ടപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കുട്ടിനെ അതിനൊന്നും പെടുത്താതെ നല്ല നിലയിൽ ആക്ക് റബ്ബേ. അവൾക്ക് എന്തേലും ഇടങ്ങാറ് കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ എനിക്ക് താട്ട് റബ്ബേ. ഞാൻ അനുഭവിച്ചോളാം റബ്ബേ. പരീക്ഷണങ്ങളൊക്കെ എൻ്റെ മേല് തന്നോളി റബ്ബേ. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക.
ആ ഹലോ, മോളെ എന്റെ കുഞ്ഞോൾ അവിടെ ഉണ്ടോന്ന് നോക്കൂ. ഇവിടെ ഉണ്ടല്ലോ ഉമ്മ. കൊറേ നേരായിട്ടോ ഞാൻ വിളിക്കണു, പക്ഷെ കിട്ടണില്ല. ഈ ഒന്ന് നോക്കൂ. ഞാൻ പോയി നോക്കട്ടെ കേട്ടോ, വിളിക്കാൻ പറയാ. എടോ, ഉമ്മ കൊറേ വിളിച്ചു പറഞ്ഞല്ലോ, നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഈ ഒന്ന് പോയ മോളെ, ഫുഡ് കഴിച്ചോ, സുഖല്ലേ, ഇതൊക്കെ ചോദിച്ച് വെറുപ്പിക്കാനല്ലേ. അതിലൊന്നും വലിയ കാര്യമില്ല. അടുത്തുള്ളപ്പോൾ എന്നെ ശ്രദ്ധിക്കാനോ കേൾക്കാനോ നിൽക്കാതെ ഇപ്പം ഇനി കുറേ വിളിച്ച് അന്വേഷിച്ചാൽ മതി. വീട്ടിലായാലും വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊന്നും വയ്യ, വെറുതെ സ്വസ്ഥത കളയാൻ. എന്താടോ, ഉമ്മയും ഉപ്പയും ഉള്ളപ്പോഴല്ലേ അതൊക്കെ അന്വേഷിച്ച് ചോദിക്കാൻ ആളുണ്ടാവുള്ളൂ. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്നെപ്പോലെ ഉമ്മാന്നൊന്ന് വിളിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. അവൾക്ക് വരുമ്പോഴേ എനിക്കില്ലായ്മേൻ്റെ വേദന മനസ്സിലാവും. നിന്നെ ഇങ്ങോട്ട് കൈപിടിച്ച് കയറ്റാൻ നിൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? ഈ അനാഥ ഒറ്റക്കാടോ കയറിയത്. ഇന്നേ വരെ എൻ്റെ സുഖം അന്വേഷിക്കാൻ തിന്നോ കുടിച്ചോ പോലും അറിയാൻ ആരും വന്നിട്ടില്ല. നമ്മളൊക്കെ ജനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഒരു നമ്മൾ എന്ത് പഠിപ്പിക്കണം, ആരാക്കണം, എങ്ങനെ വളർത്തണം, അങ്ങനെ ഓരോ ദിവസവും നമുക്ക് വേണ്ടിയുള്ള കണക്കൂട്ടലായിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ആരെങ്കിലും കയ്യിൽ നല്ല നൽകി ഏൽപ്പിക്കുന്നവരെ അവർ നട്ടോട്ടോടിയിരിക്കും. അതിനിടയിലും പലതും വിട്ടുപോയിരിക്കും. എന്നാലും നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നില്ലേ? ആ പാവം, നീ വെറുതെ മനസ്സ് വേദനിപ്പിച്ച് കളയരുത് കേട്ടോ. എനിക്കതൊക്കെ നല്ലോണം മനസ്സിലാവുമോ? എനിക്കിതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്നെപ്പോലെ ഉമ്മാൻ്റെ തണലില്ലാതെ വളർന്നു വരണം. ശരിയാ, എൻ്റെ ഉമ്മാനെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. ഇപ്പോൾ ഓരോ സാഹചര്യം ഓർക്കുമ്പോൾ ശരിക്കും എല്ലാം എൻ്റെ നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതും ചെയ്തതും. നാളെ തന്നെ ഉമ്മാനെ കാണാൻ പോകണം. നഞ്ചി പോയിട്ട് നല്ല സന്തോഷമായിട്ട് ഉമ്മാനെ കണ്ടിട്ട് വാട്ടോ. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കൊണ്ടുവരണം കേട്ടോ. ഉമ്മ, 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 നീക്കുമ്മ, ഉമ്മ. കുഞ്ഞോളെ അമ്മാന്റെ കുട്ടി ഇത് കൂടിയും കഴിച്ചാ? എന്നാ കഴിച്ചാ? ഇത് കഴിക്ക് കഴിക്ക് കഴിക്ക്. ഉമ്മാടെ കുട്ടി കഴിച്ചാ? ഉമ്മാന്റെ കുട്ടി കഞ്ഞൻ കുടിച്ചാണീ. ദൈ ചൂട് കഞ്ഞി അച്ചാറും പപ്പടക്കാണ് കുടിച്ച എന്റെ കുട്ടിയുടെ പനിയൊക്കെ കണ്ട് പമ്പ കിടക്കും. ഇതങ്ങോട്ട് കുടിച്ചാ? ഉമ്മ, ഷോള് കണ്ടാ? ഫുഡ് റെഡിയായമ്മ? ഉമ്മ, എന്റെ ബുക്കോടമ്മ. ഉമ്മ, എന്റെ ഷോളോടമ്മ. പിന്നെ കണ്ടോ എന്റെ ടിഫിനോടമ്മ? അതിപ്പോഴും റെഡിയാക്കി വെച്ചില്ലേ? കുഞ്ഞോളെ, കൊറേ നേരായിട്ടോ ഞാൻ വിളിക്കണു. മര്യാദക്ക് ഇങ്ങോട്ട് കേറിക്കോ. ആ വെയിലത്തും കളിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് വരണോ? ഞാനങ്ങോട്ട് വന്ന എൻ്റെ അടുത്ത് കിട്ടുട്ടോ. ഇങ്ങോട്ട് കയറ്. ഇപ്പം എല്ലാത്ത അസുഖമൊന്നും ഉണ്ടാവില്ല വെയിലത്ത് കളിച്ചിട്ട്. ഇങ്ങോട്ട് വന്നാണീ കുഞ്ഞോള്. ഇങ്ങോട്ട് വാ.